തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. തനസ്സൽ എന്ന് പറഞ്ഞാൽ ഇറങ്ങും. ഫിഅ്ൽ മുദാരിയാണ്. തതനസ്സലു ഇറങ്ങും. തനസ്സലു തതനസ്സലു എന്നുള്ള അർത്ഥത്തിൽ ഇറങ്ങും. ആരിറങ്ങും? അൽ മലായികത്തു മലക്കുകൾ. വറൂഹു ഫീഹാ ഇവിടെ റൂഹ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അതാണ് പ്രബലമായ അഭിപ്രായവും പരിഗണനീയമായ അഭിപ്രായവും. റൂഹ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. മലക്കുകളുടെ കൂട്ടത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഏറെ സ്ഥാനമുണ്ട്. മലക്കുകളിൽ ജിബ്രീലാണ് ഏറ്റവും ശ്രേഷ്ഠൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു വിശേഷണവും. അപ്പോൾ വറൂഹു ഫീഹ മലക്കുകളിൽ റൂഹും ജിബ്രീലും. ഫീഹ എന്ന് പറഞ്ഞാൽ ആ രാവിൽ തനസ്സലുൽ മലായികത്തു മലക്കുകൾ ഇറങ്ങും. വറൂഹു ജിബ്രീലും ഇറങ്ങും. ഫീഹ ആ രാവിൽ ഫി ലൈലത്തുൽ ഖദ്ർ ബിഇദ്നി റബ്ബിഹിം തങ്ങളുടെ റബ്ബിൻ്റെ അനുമതിയാൽ. ഇതിന് എന്ന് പറഞ്ഞാൽ അനുവാദം, സമ്മതത്താൽ. ബിഇദ്നി റബ്ബിഹിം തങ്ങളുടെ റബ്ബിൻ്റെ സമ്മതത്താൽ. അല്ലെങ്കിൽ സമ്മതത്തോടു കൂടി ബാബുൽ മുസാഹബ എന്നതിന് പറയും. മലക്കുകളും ജിബ്രീലും ആ രാവിൽ തങ്ങളുടെ റബ്ബിൻ്റെ സമ്മതത്തോട് കൂടിയിട്ട് ഇറങ്ങും. മിൻകുല്ലി അംർ എന്ന് പറഞ്ഞാൽ ബിക്കുല്ലി അംർ എന്നർത്ഥം. മിൻ എന്ന് പറഞ്ഞാൽ ബിക്കുല്ലി അംർ എന്നർത്ഥത്തിൽ മിൻകുല്ലി അംർ. ഇവിടെ അംർ എന്ന് പറഞ്ഞാൽ അമ്രിന് ഉമൂർ എന്ന് ബഹുവചനുണ്ട്. അമ്രിന് ഉമൂർ. അതേപോലെ അവാമിർ എന്നും ബഹുവചനുണ്ട്. അവാമിർ എന്ന് പറഞ്ഞ കൽപ്പനകൾ, ഉമൂർ എന്ന് പറഞ്ഞ കാര്യങ്ങൾ. അമ്രുൻ അതിൻ്റെ ഒരു ബഹുവചനാണ് ഉമൂർ, കാര്യങ്ങൾ. അപ്പോൾ അമ്ര എന്ന് പറഞ്ഞ കാര്യം. അമ്രിൻ്റെ മറ്റൊരു ബഹുവചനാണ് അവാമിർ. അപ്പോൾ അമ്ര എന്ന് പറഞ്ഞ കൽപ്പന, അവാമിർ കൽപ്പനകൾ. ഇവിടെ രണ്ട് ഉദ്ദേശമാണ്. കാര്യങ്ങൾ, കൽപ്പനകൾ, രണ്ടും ഉദ്ദേശമാണ്. അപ്പോൾ എന്താ അർത്ഥം? തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹ ആ രാവിൽ ജിബ്രീലും മലക്കുകളും ഇറങ്ങും. ബിഇദ്നി റബ്ബിഹിം തങ്ങളുടെ റബ്ബിൻ്റെ സമ്മതത്തോടു കൂടി. മിൻകുല്ലി അംർ എന്ന് പറഞ്ഞാൽ ബിക്കുല്ലി അംർ എല്ലാ കാര്യങ്ങൾ കൊണ്ടും കൽപ്പനകൾ കൊണ്ടും, എല്ലാവിധ കാര്യങ്ങൾ കൊണ്ടും കൽപ്പനകൾ കൊണ്ടും ഇറങ്ങും. ലൈലത്തുൽ ഖദ്ർ വിധി നിർണയത്തിൻ്റെ രാവാണ് അല്ലേ? ഭാഗധേയ നിർണയ രാവാണ്. ഖൈറും ഷർറും ഒക്കെ നിർണ്ണയിക്കുന്ന രാവാണ്. മനസ്സിലല്ലേ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വിധി വിലക്കുകൾ, അതേപോലെ തന്നെ ഭാഗധേയങ്ങൾ, കാര്യങ്ങൾ, ഇവകളാലൊക്കെയാണ് ആരിറങ്ങുക? മലക്കുകളുടെ ഇറക്കുണ്ടാവുക. തനസ്സലു എന്നുള്ളത് ഫിഅ്ൽ മുദാരിയാണ് എന്നുണ്ടെങ്കിൽ അത് പിന്നെ ആ രാവിൽ ഇറക്കത്തിൻ്റെ നിത്യതയാണ് അറിയിക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അത് ഇറങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. മനസ്സിലായോ? തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സലാം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന് സലാം പറയും. സുരക്ഷയ്ക്ക് സലാമത്ത് എന്നർത്ഥത്തിൽ സലാം പ്രയോഗിക്കും. അതേപോലെ തന്നെ സലാം പറയുന്നതിനും സലാം എന്ന് പറയും. സലാമുൻ ഹിയ എന്ന് പറഞ്ഞാൽ ലൈല, ആ രാത്രി. സലാമുൻ ഹിയ ആ രാത്രി സലാമാകുന്നു. ഏതുവരെ? ഹത്ത മത്ലഇൽ ഫജ്ർ. മത്ല എന്ന് പറഞ്ഞാൽ ഉദയം, തുലൂ, മിമിയായ മസ്ദർ. തുലൂ, ഫജ്ർ എന്ന് പറഞ്ഞാൽ പ്രഭാതം. ഹത്ത മത്ലഇൽ ഫജ്ർ, ഫജ്റിൻ്റെ തുലൂ വരെ, ഉദയം വരെ. സലാമുൻ ഹിയ ആ രാത്രി സലാമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ഒന്ന് സമാധാനം. ആ രാവ് സമാധാനമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സമാധാനത്തിൻ്റെ വർഷമാകുന്നു. അള്ളാഹുവിൽ നിന്നുള്ള സമാധാനത്തിൻ്റെ വർഷമാകുന്നു. അത് അള്ളാഹു കടാക്ഷിക്കുന്നവർക്ക് അരുളപ്പെടും. പിന്നെ സലാം എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം. മനസ്സിലായേ? തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടുന്ന രാവാണേത്? ഖദറിൻ്റെ രാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ്. ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ ഒരാൾ വിശ്വാസം ഉൾക്കൊണ്ട് പ്രതിഫലേച്ഛയിൽ
നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഗതകാലങ്ങളിലെ ഇന്നലകളിലെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അപ്പോൾ തിന്മകളിൽ നിന്നും അതേപോലെ തന്നെ മുസീബത്തുകളിൽ നിന്നുള്ള സുരക്ഷയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ആ ലൈലത്തുൽ ഖദറിൻ്റെ രാവിലെ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ തെറ്റുകളൊക്കെ മായ്ക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സലാമത്ത് അല്ലേ. നമ്മൾക്ക് ഏറ്റവും വലിയ സലാമത്ത് എന്താണ്? നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടുക, നമുക്ക് അതിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സലാമുൻ ഹിയ, ആ രാത്രി സലാമാണ്. തെറ്റുകളിൽ നിന്ന് സുരക്ഷിതത്വം, പാപങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം. പിന്നെ സലാമുൻ ഹിയ എന്ന് പറഞ്ഞെങ്കിൽ പറഞ്ഞു മലക്കുകളുടെ വരവാണ്, ആഗമനാണ് അല്ലേ. മലക്കുകൾ സലാം ഓതിയിട്ടാണ് വരിക. മലക്കുകൾ ആ രാവ് നിറയെ സലാം ഓതിയിട്ടുള്ള വരവാണ്. അപ്പോൾ മലക്കുകൾ സലാം ഓതി ആഗതരാവുന്ന രാവാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാവ്. എല്ലാ അഭിപ്രായവും പരിഗണനയാണ്. കാരണം മലക്കുകൾ വരുമ്പോൾ വെറും വരവല്ല മലക്കുകളുടെ വരവ് മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ അത് വഹിച്ച് അത് അവതരിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ്. മനസ്സിലായി? അപ്പോൾ സലാം ഓതി സലാം വർഷിച്ച് മലക്കുകളുടെ ആഗമനം വിണ്ണിൽ നിന്ന് നമ്മളിലേക്കുണ്ടാകുന്ന രാവാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാവ്. അതേപോലെ തന്നെ ലൈലത്തുൽ ഖദറിനെ യഥാവിധം മുതലെടുക്കുന്നവർക്ക് അവരുടെ തെറ്റുകൾ മായ്ക്കപ്പെടുന്ന, കുറ്റങ്ങൾ പൊറുക്കപ്പെടുന്ന രാവാണ് ഖദറിൻ്റെ രാവ്. അതുകൊണ്ട് തന്നെ ആ രാവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സലാമുൻ ഹിയ, ആ രാവ് സലാമാകുന്നു. അത് ഏതുവരെ? ഹത്താ മത്ലഇൽ ഫജർ, ഫജറിൻ്റെ ഉദയം വരെ. അപ്പോൾ പ്രദോഷം മുതൽ പ്രഭാതോദയം വരെ ആ രാവ് സലാമാകുന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രാവിനെ കുറിച്ച് പറയുന്നത്.